ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബാക്കിയുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു സാധാരണ വീട്ടമ്മയുടെയും കുട്ടികളുടെയും ഒരു സാധാരണ ദിവസം, സ്കൂളില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാനൊരു 6:30 തന്നെ പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവർക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് എണീക്കുമ്പോൾ തന്നെ ഒരു 9:30-10 മണിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കലാണ് ഞാൻ. അപ്പം ഞാൻ മീൻകറിക്ക് അരക്കാനിട്ട് കൊടുത്തതിന് ശേഷമാണ് ചായ കുടിക്കാനിരുന്നത് കേട്ടോ. ആ അരമണിക്കൂർ അങ്ങനെ റിലാക്സ് ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ട് കിട്ടും. പിന്നെ അതിനോടൊപ്പം തന്നെ പുട്ട് നനച്ചിട്ട് ഇതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലും കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചക്കറി ഉണ്ടായിട്ടുള്ളൂ എൻ്റെ അടുത്ത്. പയറും ചുവന്ന ചീരയാണ് ഉണ്ടായത്. അത് കുറച്ച് മാത്രം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 പച്ചക്കറി വെച്ചത്. അത് റെഡിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കിച്ചൻ്റെ പണി എൻ്റെ തീർന്നു. പിന്നെ ഇപ്പം സ്ട്രോങ് വെയിലല്ലേ, 9 മണിയാകുമ്പോഴത്തേക്ക് ഇൻ്റർലോക്കിൽ എന്താ പറയുക, കാല് കുത്താൻ പോലും പറ്റാത്ത പോലത്തെ വെയിലാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തുള്ള പണികളൊക്കെ തീർക്കാമെന്ന്. അങ്ങനെ ഞാൻ അടിച്ചു വാരലും പിന്നെ വെള്ളം ഒഴിക്കലും പിന്നെ കാറ് വാഷാക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാറ് വാഷാക്കാനൊന്നും അറിയില്ല. ഞാൻ ഹോസ് പൈപ്പോട് ഇങ്ങനെ അതിൻ്റെ പുറത്തൊക്കെ കഴുകി കളഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒട്ടിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ആ പണിയൊന്നും തീർന്നിട്ടുണ്ട്. പിന്നെ മോസ്റ്റ്ലി കാർ വാഷിന് കൊണ്ടുവെക്കലാണ്. അപ്പോൾ ഇത് ചില സമയത്തൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാഷ്യൂവിൻ്റെ മരത്തിന് കുറച്ച് കൊമ്പൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടതാണ്. അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് പൊട്ടിച്ചളഞ്ഞത്. ഇനിയിപ്പോൾ ചായ കുടിയാണ്. കുട്ടികളൊക്കെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് പിന്നെ ചായ കുടിക്കലാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പുട്ടിന് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചക്കത്തേക്കുള്ള മീൻകറി തന്നെയാണ് രാവിലെ പുട്ടിനും കൂടെ കഴിച്ചത്. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനിയിപ്പോൾ റേഷൻ ഷോപ്പിൽ പോയിട്ട് വരണം. അപ്പോൾ നമ്മുടെ റേഷൻ കട വീടിനടുത്ത് തന്നെയാണ്. ഒരു 2 സെക്കൻഡ്സ് വരെ നടക്കാനില്ലാന്ന് തോന്നുന്നു. അപ്പോൾ റേഷൻ ഷോപ്പ് ഇവിടെ അല്ലായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായിട്ടോ ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഉപകാരമായി. ഞാൻ റേഷൻ ഷോപ്പിൽ പോയപ്പോൾ ആണ് മനസ്സിലായത് കഴിഞ്ഞ മാസം അരി വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടി ഉണ്ടെന്ന് റേഷൻ കടക്കാരൻ പറഞ്ഞു. അത് ഏതായാലും നന്നായി ഞാൻ പോയതെന്ന് വിചാരിച്ചു. മടങ്ങി വന്നിട്ട് പിന്നെ അരിയൊക്കെ കഴുകിയിട്ട് അത് 10:30-ക്ക്, അതായത് പത്തലിന് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്, പത്തിരിക്ക് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരുടെ തലയിൽ ഓയിലൊക്കെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ പേഞ്ചിപ്പൊടി അവർ തന്നെ വാരി ചീകിയെടുത്തതാണ്. അപ്പോൾ റൈസ് കുക്കറിന് ചോറ് എടുത്തിട്ടുണ്ട്. അത് അരി കഴുകിയിട്ട് വെയിലത്ത് ഉണങ്ങാനിടണം. അങ്ങനെ അത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ കൊക്കോ പറിക്കാൻ പോയതാണ് കേട്ടോ. കുറേ നാളായി ഇവർ പറിക്കാത്തത്. മൊത്തം അത് കുരങ്ങൊക്കെ വന്നിട്ട് കഴിക്കുന്നതാണ്. കഴിക്കണം തോന്നിയപ്പോൾ പറിച്ചതാണ് അവള്. പിന്നെ നമ്മൾ മാന്തളില്ലേ, നങ്ക്, അത് ഫ്രൈ ആക്കി പിന്നെ കുളിച്ചൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ്. അദ്ദേഹൻ്റെ ഫേസിൽ എന്താ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവനക്ക് കുറച്ച് ചോറ് കൂടിപ്പോയി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ ഒന്നിച്ച് മീൻകറി കഴിക്കുന്ന പോലെ മീൻകറി, ഊണ്, പച്ചക്കറി, ഫിഷ് ഫ്രൈ ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതാണ് നിസ്കരിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടെ കിടന്നുറങ്ങി. ആ നേരം ഞങ്ങളുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് വാഷാക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റാൻഡിൽ ഇട്ടതാണ്. പിന്നെ നമ്മൾ റെഡിയായി. ഞാൻ ചായ കുടിച്ചു അതിൻ്റെ ഇടയിൽ. പിന്നെ കുട്ടികളൊക്കെ റെഡിയായി. ഒന്ന് ടൗണിൽ പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീട്ടിനെ കുറച്ച് മുമ്പിലോട്ടേക്ക് പോയാൽ മില്ലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അരി പൊടിപ്പിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വരുമ്പോൾ വാങ്ങാമല്ലോ എന്ന്. അപ്പോൾ കൊടുത്തിട്ട് അങ്ങനെ പോയതാണ്. നമ്മൾ സ്മാർട്ട് ബസാറിലാണ് കേട്ടോ പർച്ചേസിന് വന്നത്. കുറച്ച് അരി സാധനങ്ങൾ, പിന്നെ പച്ചക്കറി, പഴങ്ങൾ, പിന്നെ പാല് ഇതൊക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ വന്നത്.
അപ്പോൾ മേലെ കുറച്ച് സോപ്പ് അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. ദാനു പറഞ്ഞു ഞാൻ ട്രോളി പിടിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഉരുട്ടിക്കൊണ്ട് വരുന്നതാണ്. നേരെ മുഖാക്ക് പപ്പു കൊണ്ടോ ലാസ്റ്റ് നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ വരാറാകുമ്പോഴത്തേക്ക്, അതായത് ബില്ലിങ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്രീസർ ബോക്സിൽ നിന്ന് 4 കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കോർണറ്റോ അമൂൽ ഡ്രൈകോൺ കോർണറ്റോ ആണ്. അങ്ങനെ ട്രോളി ബില്ലിങ് സെക്ഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ പുറത്തെടുത്ത് പാലൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ട്രോളിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കൊണ്ടുപോയി. ഇപ്പോഴത്തേക്ക് മണി ഏകദേശം 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് മീൻ മാർക്കറ്റിലോട്ടേക്കാണ് കേട്ടോ പോയത്. മീൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. മരത്തിലും പിന്നെ തെങ്ങിലും ഒക്കെ ഫംഗസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെർട്ടിലൈസർ കടയിൽ നിന്ന് അതിനുള്ള മരുന്നും കൂടെ വാങ്ങി. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. ലൈറ്റ് ഇട്ടാ എന്താക്ക് അങ്ങനെ നമ്മൾ മില്ലിൽ നിന്ന് പൊടിയൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ടേക്ക് മടങ്ങി. ഏകദേശം 7:30 മണിയായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പത്തിരിപ്പൊടിയൊക്കെ ഡബ്ബയിൽ ഇട്ട് വെച്ചതാണ്. ഇനിയിപ്പം ഞാൻ വിചാരിച്ചു മീനൊക്കെ മുറിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഫ്രീസറിലോട്ടേക്ക് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ അതും കൂടെ ചെയ്യലാണ്. അപ്പോൾ അവർ ഹെവി ആയിട്ട് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഫ്ലേക്സ് ഞാൻ പാലിലിട്ട് കൊടുത്തത്. അപ്പോൾ അവരത് കഴിച്ചു. പിന്നെ രാവിലത്തെ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അങ്ങനെ നമ്മുടെ ഡിന്നറും കഴിഞ്ഞു, കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കിടന്നുറങ്ങലാണ്. അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ അവള് എക്സ്ട്രോ ഔട്ട്രോ അവള് പറയുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവള് പറഞ്ഞത്. അപ്പോൾ മോളുടെ പല്ലിന് ട്വിൻ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ വർത്താനത്തിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവ്. 11:38 ടൈം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. Bye bye.